മക്കള് വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ JK. എന്റെ പൊന്നുമക്കളെ, ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഓരോ കണ്ടന്റ് വീഡിയോക്കകത്ത് നിങ്ങൾ ഓരോ ചെറിയ ചെറിയ പോയിന്റുകൾ പഠിച്ചിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് പ്രത്യേകം ഓരോ കണ്ടന്റ് വീഡിയോ ആയിട്ട് നമ്മളെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്റർ. ധാരാവൈദ്യുതി, ഒഴുകുന്ന വൈദ്യുതി. ആ ചാപ്റ്ററിനകത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ള ഒരു വളരെ മനോഹരമായ പോയിന്റ് നിങ്ങൾ എല്ലാവരും പഠിച്ചു. അവിടെ ഒരു ഇക്വേഷൻ ഒക്കെ പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാ ഈ സ്ക്രീനിലേക്ക് നോക്കൂ നിങ്ങൾ മക്കൾ, എന്റെ ഗായ്സ്. അപ്പൊ എല്ലാവരും ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പോയിന്റ് പെട്ടെന്ന് വായിച്ച്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത. ഇതിനകത്തും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കറണ്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ, അതൊക്കെ വളരെ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് പഠിക്കുന്നത്. അപ്പൊ മാക്സിമം എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതാണ് എന്റെ ഗൈസ്? ഒന്ന് പറഞ്ഞ് മടിക്കല്ലേ, ഒന്ന് പെട്ടെന്ന് പറയൂ. അതന്നെ, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ്, വൈദ്യുത പ്രവാഹ തീവ്രത എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ, ഒരു ചെറിയൊരു ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വായിച്ചു. ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവ്. ഇതിപ്പോ ഒരു കണ്ടക്ടർ, ഒരു ചാലകമാണെങ്കിൽ ഇതിലൂടെ ഓരോ സെക്കൻഡിലും എത്ര ഇലക്ട്രോണുകൾ, എത്ര ചാർജ് ഇതിലൂടെ ഒഴുകുന്നു, അതിന്റെ അളവിനെയാണ് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് എന്ന് പറയാ, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാ. അതായത് വൈദ്യുത പ്രവാഹ തീവ്രത. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഓർ കറണ്ട് ഈസ് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്, അല്ലെ, ചാർജുകളുടെ അളവാണ്. ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് സമയത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുറഞ്ഞ സമയത്തിൽ എത്ര ചാർജുകൾ ഒഴുകുന്നു. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഒരു കണ്ടക്ടർ, ഒരു ചാലകം എടുത്തു എന്ന് വിചാരിക്കാം. നമ്മൾ വെറുതെ ഒരു എക്സാമ്പിൾ, ഇപ്പൊ PQ അല്ലെങ്കിൽ AB എന്നൊരു കണ്ടക്ടർ എടുത്തു. ഇതില് ഓരോ സെക്കൻഡിലും ഇതിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രോൺ, അതായത് ഇലക്ട്രിക് ചാർജുകളുടെ അളവ് എത്രയെന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ കറണ്ടിനെ നമ്മൾ I എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പൊ I എന്ന് കേട്ടാ ഇനി മടിക്കേണ്ടത് എന്താണ്? കറണ്ട് ആണെന്ന് ഓർത്തിരിക്കാം. I is equal to എന്താണ്? Q/T. ഇതാണ് നമ്മൾ ഇക്വേഷൻ. അപ്പൊ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം മക്കളെ, ഇപ്പൊ തന്നെ പഠിച്ചോളൂ. എന്താണ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത കണ്ടെത്താൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ I is equal to Q/T. I is equal to Q/T. I quit എന്ന് ഓർത്തേക്ക്. അപ്പൊ I is equal to എന്താണ്? Q/T എന്ന് ഓർത്തേക്ക്. ഇതാണ് നമ്മൾ ഇക്വേഷൻ. അതിൽ I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണെന്ന് ഓർത്തേക്കുക. Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജ്, അതായത് ചാർജിന്റെ അളവാണ്. T എന്ന് പറഞ്ഞാൽ സമയമാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ യൂണിറ്റ് കാണാൻ പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്? Q, ചാർജിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കുളോം. ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കുളോം. ബൈ ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അപ്പൊ കുളോം പെർ സെക്കൻഡ്. അപ്പൊ കറണ്ടിന്റെ, ഇന്റൻസിറ്റി ഓഫ് കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? കുളോം പെർ സെക്കൻഡ്. ഇതിനെ നമ്മൾ പറയുന്ന പേര് ആംബിയർ. എന്താ പേര് അറിയാ? ആംബിയർ എന്ന് ഓർത്ത് വയ്ക്കുക. ആംബിയർ എന്നൊക്കെ പറയാം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറയാം. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് കറണ്ടിന്റെ യൂണിറ്റ്, വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ മക്കളെ ഓർത്ത് വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? ആംബിയർ. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേകം വരും, കൂളം പെർ സെക്കൻഡ് എന്താന്ന് ചോദിക്കും. കൂളം പെർ സെക്കൻഡ് എന്ന് കേട്ടാൽ എന്താണ്? അത് ആംബിയർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ. അതിനെ ക്യാപിറ്റൽ A എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കറണ്ട് മെഷർ ചെയ്യാനുള്ള ഉപകരണമാണ് അമ്മീറ്റർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറഞ്ഞാൽ വോൾട്ട് മീറ്റർ ആയിരുന്നു. അപ്പൊ കറണ്ട് മെഷർ ചെയ്യാനാണെങ്കിൽ ഏതാണ്? അമ്മീറ്റർ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒക്കെ പഠിച്ചപ്പോൾ ഇതിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പരീക്ഷയ്ക്ക് നമുക്ക് എപ്പോഴും ഇതിനകത്ത് പ്രോബ്ലങ്ങൾ ചോദിക്കും, യൂണിറ്റ് ചോദിക്കും. അപ്പൊ എന്താണ് ചോദ്യം? എന്താണ്? ഒരു ചാലകത്തിലൂടെ 10 കുളോം ചാർജ് ഒഴുകാൻ 5 സെക്കൻഡ് സമയമെടുത്തെങ്കിൽ കറണ്ട് എത്ര? എടാ മോനെ, ആൻസർ പറഞ്ഞേ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഇഫ് 10 കൂളം ഓഫ് ചാർജ് ഫ്ലോ ത്രൂ എ കണ്ടക്ടർ 5 സെക്കൻഡ്, അല്ലെ, 5 സെക്കൻഡ് 10 കൂളോം, വാട്ട് ഈസ് ദ കറണ്ട്? അപ്പൊ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? കുളോം ചാർജ് Q എന്ന് പറഞ്ഞാൽ 10 കുളോം, ഈ ടൈം എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ്. അപ്പൊ തന്നിട്ടുള്ള എഴുതാം. ഇക്വേഷൻ എന്താണ്? I is equal to Q/T. അങ്ങനെയെങ്കിൽ ഇക്വേഷനിലെ സംഖ്യകളൊക്കെ അപ്ലൈ ചെയ്താൽ മതി, വേറൊന്നുമില്ല, വളരെ ഈസി. ക്വാണ്ടിറ്റി ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ 10 കുളോമാണ്, ബൈ ടൈം 5 സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? 10നെ 5 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടി. അപ്പൊ 2 കുളോം പെർ സെക്കൻഡ്. അതിനെ നമ്മൾ എന്താ പറയാ? 2 ആംബിയർ. 2 ആംബിയർ. വളരെ ഈസി അല്ലേ? അപ്പൊ I is equal to Q/T ഒരു ഒറ്റ ഇക്വേഷൻ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടി. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയെങ്കിൽ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഇക്വേഷൻ അറിയാലോ. ചോദ്യം ഒന്ന് വായിച്ച് ഒരു 30 സെക്കൻഡ് സമയം ഞാൻ തരും. പെട്ടെന്ന് ചോദ്യം ഒന്ന് വായിച്ച്
എല്ലാവരും വായിച്ചല്ലേ? ഓക്കെ. എന്താണ് ചോദ്യം? നമ്മുടെ ചോദ്യം എന്താണ്? ഇഫ് എ കറണ്ട് പടച്ചോനെ ഇത് തെറ്റുമല്ലപ്പോ. ഞങ്ങളിപ്പോ ഇതുവരെ പഠിച്ചത് ഇങ്ങനെയൊന്നല്ല സാർ. ഇപ്പൊ കറണ്ട് അവിടെ തന്നു, കറണ്ട് അല്ലേ കാണേണ്ടത്. അപ്പൊ നോക്കിക്കോൾ എന്താണ്? ഇഫ് എ കറണ്ട് ഫ്ലോ ത്രൂ എ കണ്ടക്ടർ 3 സെക്കൻഡ് അല്ലെ, 3 സെക്കൻഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് പാസ് ത്രൂ ദ കണ്ടക്ടർ. അപ്പൊ ചാർജ് ആണ് കാണാൻ പറഞ്ഞത്. എന്താണ് ചോദ്യം? ഒന്ന് മലയാളം മീഡിയക്കാരെന്ന് വായിച്ചെന്താണ്? ഒരു ചാലകത്തിലൂടെ 1.5 കറണ്ട് 3 സെക്കൻഡിൽ പ്രവഹിക്കുന്നു എങ്കിൽ എന്താണ്? ചാലകത്തിലൂടെ ഒഴുകിയ വൈദ്യുത ചാർജിന്റെ അളവ്. ചാർജാണ് കാണാൻ പറഞ്ഞത്, നോട്ട് ദ പോയിന്റ്. അമ്പാനെ തെറ്റിക്കരുത്. ഇവിടെ എന്താ കാണാൻ പറഞ്ഞ? ചാർജ് കാണാനാണ്. അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒറ്റ പ്രാവശ്യം എടുത്ത് ഇത് എന്താണ്? ഇവിടെ നമുക്ക് കറണ്ട് I = 1.5 ആംപിയർ. ടി എന്ന് പറഞ്ഞാൽ നമുക്ക് 3 സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. ടി എത്ര തന്നിട്ടുള്ളത്? 3 സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയെങ്കിൽ 3 സെക്കൻഡ് തന്നു. എന്താണ് കാണാൻ പറഞ്ഞത്? ക്യൂ ആണ് കാണാൻ പറഞ്ഞത്. ക്യൂ അത് ക്വസ്റ്റ്യൻ മാർക്കാ, കണ്ട് പേടിക്കൊന്നും വേണ്ട. അങ്ങനെയെങ്കിൽ I = Q/T. അപ്പൊ ക്യൂ കാണാൻ പറഞ്ഞാൽ ഈ താഴത്തുള്ള ടീനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയ പോരെ? എടാ മോനെ ശ്രദ്ധിക്കണം, താഴത്തുള്ള ടി ഹരിക്കണം എന്നാണ്. അത് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ ഗുണിക്കണം എന്നായിട്ട് മാറും. അപ്പൊ നേരെ മുകളിലേക്ക് വരുന്നു. അതായത് I × T = Q അല്ലെ? I × T = എന്താണ്? Q. അങ്ങനെയെങ്കിൽ ഞാൻ ഇക്വേഷൻ ചെയ്തട്ടെ. I = Q/T എന്നാണ്. ഇതിനെങ്ങോട്ട് കൊണ്ടുപോകുമ്പോ I × T = Q എന്നാണ്. അതായത് Q I × T. Q എന്താണ്? I × T. I എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 1.5. 1.5 × T എന്ന് പറഞ്ഞാൽ എത്രയാണ്? T എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ്. അപ്പൊ 15നെ 3 കൊണ്ട് ഗുണിച്ചു നോക്കുക. 3 5 15 5 ബാക്കി 1 അല്ലെ? 3 5 15 ബാക്കി 1, ഒരു 3 3 4 45 എന്ന് കിട്ടി. അപ്പൊ 1.5. അപ്പൊ എന്താണ്? നമുക്കൊരു സ്ഥാനം മാറ്റി കുത്തിട്ടു. അപ്പൊ ആൻസർ എത്ര കിട്ടി? ആൻസർ എത്ര കിട്ടി ഗൈസ്? പറയൂ. 4.5 ആംപിയർ എന്ന് എഴുതരുത്, ചാർജ് ആണ്. അപ്പൊ എത്ര? കൂളോം. ഈസി ആണല്ലോ മക്കൾ, എല്ലാവർക്കും ചെയ്തൂടെ? അപ്പോ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ആണ്. ഒരു സെക്കൻഡിൽ, ഒരു കണ്ടക്ടറിലൂടെ ഒരു സെക്കൻഡിൽ എത്ര ചാർജുകൾ പാസ് ചെയ്തു അതിനെ ബേസ് ചെയ്തിട്ടാണ് പറയാം. അതുകൊണ്ട് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് കാണാൻ ലിക്കേഷൻ I = Q/T. അതിന്റെ യൂണിറ്റ് ഓർത്തേക്ക്. കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ. അതായത് കുളോം പെർ സെക്കൻഡ്. ഇമ്പോർട്ടന്റ് ആണ്, അതാണ് പരീക്ഷയ്ക്ക്. അപ്പൊ കുളോം പെർ സെക്കൻഡ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിനകത്ത് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തും. ഞാൻ ആ ചോദ്യങ്ങളുമായിട്ട് അടുത്ത ലൈവ്, അടുത്ത ക്ലാസ്സിൽ ഞാൻ വരും. അപ്പൊ തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി സ്നേഹത്തോടെ താഴെ നല്ല കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളെ ഫ്രണ്ട്സും പഠിക്കണം, അവർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക? നമുക്ക് ഈ ചാപ്റ്ററിനെ നമുക്ക് ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളായി പഠിക്കാം. അപ്പൊ ഇനിയും അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.